ഇവിടെ ആരുമില്ല. വാ വാ വാ. ആരുമില്ലല്ലോ. ആരുമില്ലടാ. എന്റെ കയ്യിൽ 100 രൂപയുണ്ട്. നിന്റെ കയ്യിൽ 2. നിന്നെ അപ്പോൾ നിന്നേക്കാളും റിച്ചാണ്. എനിക്ക് 200 രൂപയുണ്ട്. നിനക്കിത് എവിടുന്നാ കിട്ടിയത്? അതൊന്നുമില്ലടാ, അമ്മയുടെ അരിക്കത്തീന്ന് ഞാൻ എടുത്തതാ. അത് അമ്മ കണ്ടേം ചെയ്ത്. ഒതുക്കത്ത് 10 അടിയും കിട്ടി. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ കൊണ്ടുവന്നതാ. ഞാൻ വിചാരിച്ചു നിനക്ക് നിന്റെ അച്ഛൻ തന്നെയാണ്. നിനക്ക് എവിടുന്ന 100 രൂപ കിട്ടിയത്? എനിക്ക് റോഡിന്ന് കിട്ടിയതാടാ 100 രൂപ. റോഡീന്നാ? അതേടാ, റോഡി. അവിടെ ആരും ഇല്ലെന്ന്. ഞാൻ ഇതിന്റെ ആളുണ്ടോന്ന് നോക്കാൻ ഇരുന്നയാ. പക്ഷെ അവിടെ ആരും ഇല്ലായിരുന്നു. നന്മ മനസ്സ് വന്നേക്കുന്നു. അല്ല, ഇപ്പൊ അവിടത്തെ ഈ 100 രൂപയുടെ ആള് വന്ന് നിന്റെ അടുത്ത് വെച്ചാൽ നീ കൊടുക്കൂ? ഞാൻ കൊടുക്കത്തൊന്നുമില്ല. എന്നാടെ മിണ്ടായിരി. ബാ, നമുക്ക് പോവാം. ശരിയാണ്, നടക്ക്. നമ്മളിന്ന് എന്താ കഴിക്കാൻ പോന്നേ? പൊറോട്ടയും ചിക്കൻ കറിയും മേടിച്ചാലാ? ശരിയടാ, നമുക്ക് നമ്മുടെ എല്ലാം കൂട്ടി 300 ഇല്ലേ? വാടാ, പോവാം. ഓഫീസ് റൂമിൽ ഇരുന്ന് ഒന്ന് ഇറങ്ങിയൊക്കെ നോക്കാം. ഇതേതാ? ഇത് ക്ലാസ് ടൈം അല്ലേ? ഇവർക്ക് എന്താ ഇവിടെ വെളിയിറങ്ങി നിൽക്കുന്നേ? തൊട്ട് നോക്കാം. ഇവനെന്തുവാടാ പൊറോട്ട ഇറച്ചി കഴിക്കാൻ പോവാണ് എന്നൊക്കെ പറയുന്നത്? ഇത് നമ്മുടെ ക്ലാസ്സിൽ കൂട്ടില്ലേ? പിന്നെന്താ? നീയൊക്കെ എവിടാ പോന്നേ? ഇങ്ങോട്ട് വാടാ. നിന്റെ ബാഗിരിക്കുന്ന ചെറുക്കന് വരെ അറിയാം മുതിർന്നവരോട് സംസാരിക്കാൻ, ബഹുമാനിക്കാനും. നീ നല്ലവനായോണ്ട് നിന്നെ ഞാൻ വിട്ടേക്കുന്നു. പക്ഷെ നിന്നെ ഞാൻ വിടത്തില്ല. നിന്നെ ഞാൻ ഓഫ് റൂമിൽ കൊണ്ട് നിന്റെ മാതാപിതാക്കളെ വിളിക്കും. എടാ, എന്താടാ? അമ്മച്ചി, എന്നെ നട്ടലൊടിഞ്ഞേ. കൂട്ടുകാരൻ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.